വാരണാസി റീൽസൊക്കെ ഇട്ടത് മുതൽ ഒരുപാട് പേര് പല പല ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ എൻ്റെ വാരണാസി യാത്ര എങ്ങനെയാണെന്നുള്ളതും ഞങ്ങളെങ്ങനെ അത് പ്ലാൻ ചെയ്തു എന്നുള്ളതും ഞാൻ പറയാം. ആദ്യം തന്നെ പറയാം, ഞങ്ങൾ പാക്കേജ് എടുത്തിട്ടല്ല പോയത്, അപ്നയായിട്ടാണ് പോയത്. ഞങ്ങൾക്ക് അധികം ദിവസങ്ങളില്ലായിരുന്നു. അതായത് ഞാൻ വർക്ക് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് അധികം ലീവൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റാണ് എടുത്തത്. ഇനി നിങ്ങൾ ട്രെയിനിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 1 മന്ത് ബിഫോറെങ്കിലും ടിക്കറ്റ് എടുത്ത് വെക്കണം. ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ട്രെയിനുള്ളൂ. 48 52 മണിക്കൂറാണ് തിരുവനന്തപുരത്ത് നിന്ന് വാരണാസിക്ക് വരുന്നത്. ഫ്ലൈറ്റ് ആണെങ്കിൽ ഞങ്ങൾക്ക് 3 മണിക്കൂറാണ് ഉണ്ടായത്. ഞങ്ങൾ ട്രിവാൻഡ്രത്തു നിന്നാണ് പോയത്. അപ്പോൾ ആദ്യം തന്നെ അത് എത്തി നമ്മൾ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഊബർ വിളിക്കുക. ഊബറിൽ നോക്കുക, റാപ്പിഡോയിലൊക്കെ എത്രയാണ് ടാക്സി ചാർജസ് ആവുന്നത് നോക്കിയിട്ട് നമ്മൾ ഏത് ഹോട്ടലാണോ ബുക്ക് ചെയ്തത്, ആദ്യം തന്നെ ബുക്ക് ചെയ്ത് വെക്കാതെ അവിടെ പോയി കണ്ടിട്ട് വേണം ബുക്ക് ചെയ്യാൻ. ഇൻ കേസ് നമ്മളെ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് റൂംസ് അല്ലെങ്കിൽ നമ്മുടെ ഫ്ലൈറ്റ് ഡിലേ ആവുകയോ അല്ലെങ്കിൽ അന്ന് എത്താൻ പറ്റാത്ത സിറ്റുവേഷനിൽ അവരാരും അത് റീഫണ്ട് ചെയ്ത് തരില്ല. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം മാത്രം നമ്മൾ റൂം ബുക്ക് ചെയ്യുക. ഇഷ്ടം പോലെ റൂംസ് അവൈലബിൾ ആണ്, പല പല റേറ്റിൽ. ഞങ്ങളൊരു ഫാമിലി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ഒരു ഹോട്ടൽ തന്നെയാണ് എടുത്തത്. അതും എടുക്കുമ്പോൾ അസീ ഘട്ടിന് അല്ലെങ്കിൽ ദശാശ്വമേധ ഘട്ടിന്, ഇതിൻ്റെ ഈ ഘട്ടുകളുടെയൊക്കെ ഏതെങ്കിലും ഘട്ടുകളുടെയോ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെയൊക്കെ അടുത്തായിട്ട് എടുക്കുക. കാരണം ഇവിടെ എടുത്താൽ മാത്രമേ നമുക്ക് എല്ലാ സ്ഥലത്തേക്കും ഒരേപോലെ വാക്കിംഗ് ഡിസ്റ്റൻസോ അല്ലെങ്കിൽ പെട്ടെന്ന് രാത്രി ആയാലും എത്തിപ്പെടാൻ പറ്റുള്ളൂ. പല സ്ഥലങ്ങളിലേക്കും ഊബർ സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഈ റിക്ഷകളെയാണ് ആശ്രയിക്കുന്നത്. റിക്ഷകൾ കുറച്ചും കൂടെ നല്ലതാണ്, അല്ലെങ്കിൽ ഷെയർ ടാക്സി കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം കുറച്ച് നേരം റിലാക്സൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ഷെയർ ടാക്സിയോ എന്താണെന്ന് വെച്ചാൽ അത് എടുത്തിട്ട് ഞങ്ങൾ ആദ്യം പോയത് അമ്പലങ്ങളിലേക്കായിരുന്നു. ആദ്യത്തെ ദിവസം ഫ്രഷ് ആയതിന് ശേഷം അമ്പലങ്ങളിലേക്ക് പോയി. ഒരുപാട് അമ്പലങ്ങളുണ്ട്, നല്ല രസമാണ് എല്ലാ അമ്പലങ്ങളിലും ഇങ്ങനെ കയറി തൊഴാൻ. ആദ്യം കാൽഭൈരവ ക്ഷേത്രത്തിൽ പോയി, പിന്നെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ പോയി, പിന്നെ അല്ലാതെ തന്നെ ഒരുപാട് അമ്പലങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അന്നത്തെ ഒരു ദിവസം അതിനു വേണ്ടി മാറ്റി വയ്ക്കുക. രണ്ടാമത്തെ ദിവസം പിന്നെ ഞങ്ങൾ ഓരോ ഘട്ടുകൾ കാണാനാണ് പോയത്. ഓരോ ഘട്ടിൽ പോകുമ്പോഴും എക്സ്പെഷ്യലി മണികർണിക ഘട്ടിലെത്തുമ്പോൾ മനുഷ്യൻ ഇത്രയേ ഉള്ളൂ എന്ന് നമുക്ക് തോന്നിപ്പോകും. 24 hours അവിടെ ഇങ്ങനെ ബോഡികൾ വന്നുകൊണ്ടേയിരിക്കും. അതവിടെ ഗംഗയിലേക്ക് അവർ ഒഴുക്കിക്കൊണ്ടേയിരിക്കണം. അത് കണ്ടു കഴിഞ്ഞാൽ മനുഷ്യൻ ഇത്രയേ ഉള്ളൂ എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് മനസ്സിലാവും. പിന്നെ അവിടുത്തെ ഒരു ദിവസം നമുക്ക് അയോധ്യയിൽ പോകാൻ വേണ്ടി ഉപയോഗിക്കാം. ഞങ്ങൾ അതിൻ്റെ വിഷ്വൽസ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല. ഞങ്ങളിങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരുപാട് വൃത്തി പ്രതീക്ഷിച്ച് ആരും അങ്ങോട്ടേക്ക് പോകരുത്. നമ്മൾ വീഡിയോയിൽ കാണുന്ന വൃത്തിയൊന്നും അതിലുണ്ടാവില്ല. നമ്മളെല്ലാവരും നല്ല ഭാഗങ്ങൾ മാത്രമാണ് കാണിക്കുന്നത്. റോഡുകൾ എപ്പോഴും അവർ ക്ലീൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഫുള്ളും ഇടുങ്ങിയ ഘട്ട് പോലെ ആയതുകൊണ്ട് എപ്പോഴും കേടായിക്കൊണ്ടേയിരിക്കും. പിന്നെ എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു. ഞങ്ങളെ ബഡ്ജറ്റായത് ഒരാൾക്ക് 25,000 ആണ്. അത് ഞങ്ങൾ ഫ്ലൈറ്റ് എടുത്തത് കൊണ്ടാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ട്രെയിൻ ആണെങ്കിൽ ബഡ്ജറ്റൊക്കെ വളരെ കുറച്ച് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും കേട്ടോ.